ഹലോ കൂട്ടുകാരെ, മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ബീട്രൂട്ടും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വായോ. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ബീട്രൂട്ട് എടുത്ത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ബീട്രൂട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള, അത് ഒരു കുഞ്ഞി സവാളയാണ്, അതും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണെങ്കിൽ വിഷമിക്കേണ്ട, അതിൻ്റെ പകുതി ഭാഗം മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എണ്ണയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ പാനിൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാനേ. അപ്പോൾ ഞാനിതിലേക്ക് എണ്ണ ചേർക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം, ഇത് വേവാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതിയാവേ. ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോഴ് ഈ എണ്ണയ്ക്കൊക്കെ ഒരുപാട് വിലയാണ്. അത് തന്നെയല്ല, എണ്ണ ഒഴിക്കാതെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് നമുക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും ഇത്. അപ്പോൾ അതാണ്ട് ഒന്നിരിക്കട്ടെ. അപ്പോൾ അതാണ്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല സെറ്റായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുവരെ ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണമാണ് കേട്ടോ. അതൊരു 2-3 കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിരകിയെടുത്ത തേങ്ങ ചേർത്താലും മതിയാവും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വറ്റൽമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തേങ്ങയും നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു തേങ്ങയുടെ പകുതി ഭാഗത്തിലും പകുതിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാവേ. ഇതുപോലെ ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും ഇത് വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോഴേക്കും എണ്ണയൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാം കേട്ടോ. പിന്നെ സൈഡിലൊരു ചെറിയ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാൻ വേണേ. ഇപ്പോൾ ഒന്നായിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ ഇത് അവിടെ നിന്നൊന്ന് തണുക്കട്ടെ. ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാം. അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നെയ്യ് ചേർക്കണം എന്ന് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൾസ് മോഡിലിട്ട് 2-3 വട്ടം നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. അതാണ് നമ്മുടെ ചമ്മന്തിയൊക്കെ അരക്കില്ലേ, അതുപോലെ തന്നെയാണ് അങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്. കണ്ടോ, നമ്മുടെ ചമ്മന്തി ഇരിക്കുന്ന പോലെ തന്നെയാണ്. ഇതാണ് ബീട്രൂട്ട് ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അങ്ങോട്ട് ഉരുട്ടിയെടുത്ത് ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് വെച്ച് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും